PSC പരീക്ഷയിൽ മാത്സുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഹസ്തദാനവുമായി ബന്ധപ്പെട്ട ചോദ്യം. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും എന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് n(n-1)/2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇതിലൂടെ നമുക്ക് എത്ര ഹസ്തദാനം അവിടെ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യപ്രകാരം പറയുകയാണെങ്കിൽ കുട്ടികളുടെ എണ്ണമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യപ്രകാരം 10 എന്നാണ് ലഭിക്കുക. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 10 × 10 - 1 എന്നാണ് വരിക. അപ്പോൾ അവിടെ 9 എന്ന് വരുന്നു, /2 വരും. ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 × 5 എന്ന് വരും. അതായത് 45 ഹസ്തദാനമാണ് നടക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഹസ്തദാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് n(n-1/2). അതേപോലെ തന്നെ എന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു ചോദ്യപ്രകാരം പറയുകയാണെങ്കിൽ അവിടെ എത്ര കുട്ടികളുണ്ടോ ആ ഒരു എണ്ണമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 10 എന്ന് കൊടുത്തിരിക്കുന്നു. ഉത്തരം കിട്ടിയിരിക്കുന്നു 45 ഉത്തരമായിട്ട് വരിക. ഇത്തരത്തിൽ പരീക്ഷയിലൊക്കെ കാണാറുള്ള സമാന്തര ശ്രേണി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. 10, 7, 4 ഇങ്ങനെ തുടരുന്ന ഒരു ശ്രേണി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത് 10, 7, 4 ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശ്രേണിയാണ്. ആ ശ്രേണിയിലെ 25ാമത്തെ പദമാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു സമാന്തര ശ്രേണി എടുക്കുകയാണെങ്കിൽ ആ സമാന്തര ശ്രേണിയെ n-ാമതും കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. nth ടേം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് a+n-1 × d എന്ന് പറയുന്ന സൂത്രവാക്യമാണ്. ഇവിടെ a എന്ന് പറയുന്നത് ആദ്യ പദമാണ്. n എന്ന് പറയുന്നത് നമ്മൾ ഏത് പദമാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ പദമാണ് n കൊണ്ട് അർത്ഥമാക്കുന്നത്. d എന്ന് പറയുന്നത് ആ ഒരു സമാന്തര ശ്രേണി രൂപീകരിച്ചിരിക്കുന്ന കോമൺ ഡിഫറൻസ് ആണ്. ഇവിടെ a എന്ന് പറയുന്നത് ഈ ഒരു സമാന്തര ശ്രേണി പ്രകാരം 10, 7, 4 എന്ന് തുടരുന്ന ഈ ഒരു സമാന്തര ശ്രേണി പ്രകാരം എയുടെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 10 എന്നതാണ്. കാരണം ഇതാണ് ഈ ഒരു സമാന്തര ശ്രേണിയുടെ 1-ാം പദം എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ നമ്മൾ n-ന്റെ സ്ഥാനത്ത് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 25ാമത്തെ പദം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 25 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ 10 + 25 - 1 എന്ന് വരും. ഇനി എന്താണ് d എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു കോമൺ ഡിഫറൻസ് ആണ്. സമാന്തര ശ്രേണിയുടെ തൊട്ടടുത്തുള്ള 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഇവിടെ d ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? -3യുടെ വ്യത്യാസമാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, -3യുടെ വ്യത്യാസമാണ് അവിടെ സംഭവിക്കുന്നത്. 7ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് -3യുടെ വ്യത്യാസമാണ്. സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉത്തരം തെറ്റിപ്പോകും. കൃത്യമായിട്ട് നമ്മൾ എന്തെടുക്കണം? -3 എന്നതാണ് ഡിയുടെ വാല്യൂ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിയുടെ സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നത് -3 എന്നാണ്. അപ്പോൾ ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ഫൈനൽ ആൻസർ എന്നാണ് 25ാമത്തെ ടേം കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ഫൈനലായിട്ട് നമുക്ക് കിട്ടേണ്ട ഉത്തരം. അപ്പോൾ ഇവിടെ നോക്കുക, 10 കൂട്ടണം 25 കുറയ്ക്കണം 1 എന്ന് പറയുമ്പോൾ 24 ആണ്. 24 ഗുണിക്കണം -3 ആണ്. 24 ഗുണിക്കണം -3 ആണ്. അതായത് ഇവിടെ നമുക്ക് 72 -72 എന്നാണ് വരിക. 10 + -72 അതായത് എന്താണ്? 10 - 72 എന്ന് വരും. ഇവിടെ എന്താണ്? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? -62 എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മൾ ആ -3 എന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഉത്തരം എന്ത് ചെയ്യും? തെറ്റിപ്പോകും. നമ്മുടെ ഉത്തരം എന്താണ്? തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ എന്താണ്? കൃത്യമായിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യപ്രകാരം എടുക്കുമ്പോൾ 10, 7, 4 എന്നിങ്ങനെയാണ് ആ ഒരു സീരീസ് മുന്നോട്ട് പോകുന്നത്. അതായത് -3 ആണ് അവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എടുത്ത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം -62 ആണ് 25ാമത്തെ ടേം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a+n-1 × d എന്ന് പറയുന്നത്. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a+n-1 × d എന്ന് പറയുന്ന ഇക്വേഷൻ. കേരള PSC പരീക്ഷയിൽ ഈ അടുത്ത പരീക്ഷയിലൊക്കെ ചോദിച്ച 2 പ്രധാനപ്പെട്ട, പലപ്പോഴായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഈ 2 ചോദ്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് വരുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് വരട്ടെ എന്നും ആശംസിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.